മലയാളികൾക്കേറെ പ്രിയങ്കരിയായ ഗായികയാണ് ഉഷ ഉതുപ്പ് എന്നത്. സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ ജഡ്ജായി എത്തിയതിനെ തുടർന്ന് കേരളത്തിൽ ഉഷ ഉതുപ്പ് കൂടുതൽ പ്രിയങ്കരിയായി മാറി. വളരെ പെട്ടെന്ന് തന്നെ മലയാളികളുടെ ദീദിയായി ഉഷ ഉതുപ്പ് മാറുകയായിരുന്നു. മാത്രമല്ല, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഉഷ ഉതുപ്പ് പല ഭാഷകളിലും പാടി തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചതുമാണ്. 77-കാരിയായിട്ടുള്ള ഉഷ ഉതുപ്പ് ഇന്നും സംഗീത രംഗത്ത് വളരെ സജീവ സാന്നിധ്യമായിട്ടാണ് നിലനിൽക്കുന്നത്. ഉഷ ഉതുപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകനായിട്ടുള്ള ആലപ്പി അഷ്റഫ്. ഇപ്പോൾ ഗായികയുടെ ജീവിതത്തിലും അതുപോലെ കരിയറിലും ഉണ്ടായ സംഭവ വികാസങ്ങളാണ് സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഭർത്താവിന്റെ മരണവും അതുപോലെ മകനുണ്ടായ അസുഖവും ഇന്ന് അവരുടെ മനസ്സിലെ നീറുന്ന വിങ്ങലുകളായിട്ടാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. പുറമെ ചിരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ശരിക്കും ഒരു അഗ്നിപർവ്വതം പുകയുന്നത് അധികം ആർക്കും തന്നെ അറിയാത്ത കാര്യമാണ്. മുംബൈയിലെ ഒരു പോലീസ് ഓഫീസറുടെ മകൾ കൂടിയാണ് ദീദി. ദീദി വളർന്ന കുടുംബത്തിൽ സംഗീത അന്തരീക്ഷം വളരെയധികം നിലനിൽക്കുകയും ചെയ്തിരുന്നു. പാട്ട് പഠിക്കാൻ അയച്ചപ്പോൾ ഈ കുട്ടിക്ക് പാടാൻ പറ്റില്ലെന്ന് സംഗീത അധ്യാപകൻ പറയുകയും ചെയ്തു. അതിനുള്ള പ്രധാന കാരണമായി അധ്യാപകൻ പറഞ്ഞിരുന്നത് ആണുങ്ങളുടെ ശബ്ദം എന്നായിരുന്നു. പക്ഷെ പാട്ടിനോടുള്ള താല്പര്യം പരിഗണിച്ച് നോക്കുമ്പോൾ മറ്റൊരാൾ ഉഷ ഉതുപ്പിനെ പാട്ട് പഠിപ്പിക്കാൻ തയ്യാറാണെന്ന് ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തുകയുണ്ടായി. പിന്നീട് നൈറ്റ് ക്ലബ്ബുകളിൽ പാടുകയും ചെയ്തു. ബോംബെയിലെ ഒരു നൈറ്റ് ക്ലബ്ബിൽ പാടിയതോടെ കലാരംഗത്തെ അവരുടെ തലവര യഥാർത്ഥത്തിൽ മാറുകയായിരുന്നു. ഹിന്ദി സിനിമാ രംഗത്തെ സംഗീത സംവിധായകരും താരങ്ങളും പിന്നീട് സ്ഥിരം സന്ദർശകരായി മാറി. അവരുമായുള്ള ബന്ധത്തിലൂടെയായിരുന്നു ഹിന്ദി സിനിമയിലേക്ക് കൂടുതലും താരത്തിന് വഴി തുറന്നിരുന്നത്. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന സിനിമയിൽ ആശാ പ്ലോസയ്ക്കൊപ്പം ഉഷ ഉതുപ്പ് പാടിയിരുന്നു. ആ സിനിമയിലെ എല്ലാ ഗാനങ്ങളും പിന്നീട് ഹിറ്റായി മാറുകയായിരുന്നു. ഉഷ ഉതുപ്പിന്റെ കരിയറിൽ തുടർന്ന് വലിയ ഉയർച്ചയും ഉണ്ടായി. നിരവധി ഭാഷകളിൽ താരം പാടുകയും ചെയ്തു. ഒരിക്കൽ അമിതാഭ് ബച്ചൻ ആളുകളുടെ ഇടയിൽ വെച്ച് ദീദിയുടെ കയ്യിൽ കയറി പിടിക്കുകയുണ്ടായി. തുടർന്ന് വളരെയധികം ദേഷ്യത്തോടെ ദീദി ആ കൈ തട്ടി മാറ്റുകയും ചെയ്തു. അതിനുശേഷം അത് ഇഷ്ടപ്പെടാത്ത അമിതാഭ് ബച്ചൻ എന്റെ കയ്യിൽ ഒന്ന് സ്പർശിക്കാൻ എത്ര സ്ത്രീകൾ കൊതിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്ന് ദീദിയോട് പറയുകയായിരുന്നു. എന്നാൽ ദീദി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്നത്, കാണുന്ന ആൾക്കാർ തെറ്റിദ്ധരിച്ച് വേണ്ടാത്തത് വല്ലതും പറയുമോ എന്ന ഭയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നായിരുന്നു. മാത്രമല്ല, ഒത്തിരി നന്മകളുള്ള മനസ്സിന്റെ ഉടമ കൂടിയാണ് ദീദി എന്ന ഗായിക. മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളും കാണുമ്പോൾ പെട്ടെന്ന് മനസ്സലിയുകയും അതുപോലെ അവരെ തനിക്കാകും വിധം സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ദീദി എന്ന ഉഷ ഉതുപ്പ് എന്നും ആലപ്പി അഷ്റഫ് തുറന്നു പറഞ്ഞു. ജാനി ചാക്കോ എന്നായിരുന്നു ഉഷ ഉതുപ്പിന്റെ ഭർത്താവിന്റെ ഗായികയുടെ രണ്ടാം വിവാഹം കൂടിയായിരുന്നു ഇത്. രാമു എന്നായിരുന്നു ആദ്യ ഭർത്താവിന്റെ പേര്. ഈ ബന്ധം പിരിഞ്ഞാണ് ജാനി ചാക്കോയെ വിവാഹം ചെയ്തിരുന്നത്. 2024 ജാനി ചാക്കോ മരിച്ചിരുന്നത്. 78 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സംഗീത ലോകത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ ഉഷ ഉതുപ്പിന് പത്മശ്രീ പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2011 പത്മശ്രീ താരത്തിന് ലഭിച്ചിരുന്നത്. 2024 പത്മഭൂഷണും ഗായികയ്ക്ക് ലഭിക്കുകയുണ്ടായി.